ഹലോ നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും ലെക്ചാർസിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇൻ ഡിഫെൻസ് ഓഫ് ഫ്രീഡം എന്നുള്ള ചാപ്റ്ററാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ ഇത് ആക്ച്വലി ഒരു എന്താ പറയുക യൂട്യൂബ് വീഡിയോ ആണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് അല്ല നമ്മുടെ QR കോഡ് നമ്മുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാവരും ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. അതൊരു ഹിന്ദിയാണ്, അതിൻ്റെ സബ് ടൈറ്റിലാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ അത് ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത് നന്ദിത ദാസാണ്. അപ്പോൾ നമ്മൾ നന്ദിത ദാസിനെ കുറിച്ചൊക്കെ ഇൻട്രൊഡക്ഷൻ നമ്മുടെ ടെക്സ്റ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അവർ ഇന്ത്യൻ ആക്ട്രസ്സാണ്, ഡയറക്ടറാണ്, സോഷ്യൽ അഡ്വക്കേറ്റ് ആണ്. നമ്മുടെ കണ്ണത്തിൽ മുത്തമിട്ടാൽ എന്നുള്ള ഫിലിമിലൊക്കെ അഭിനയിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അങ്ങനെ കുറേ ഫിലിംസിലും അവർ ഒരു 40ഓളം സിനിമകളിൽ 10 ലാംഗ്വേജസിലായിട്ട് 40ഓളം സിനിമകളിൽ അവർ അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് മേഖലകളിലുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ അവരുടെ സെക്കൻഡ് ഫിലിമായിട്ടുള്ള മാൻറ്റോ 2018 അത് റിലീസായിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക പ്രീക്വൽ ആയിട്ടാണ് 2018 മാൻറ്റോ എന്ന് പറയുന്ന, അതായത് 2018 ഇറങ്ങിയിട്ടുള്ള ആ ഒരു ഫിലിമിൻ്റെ പ്രീക്വലായിട്ട് ഇറങ്ങിയിട്ടുള്ള ഒരു ഫിലിമാണ് ഇൻ ഡിഫെൻസ് ഓഫ് ഫ്രീഡം എന്നുള്ളത്. അപ്പം ആ ചാപ്റ്ററാണ്, അല്ലെങ്കിൽ ആ ഒരു വീഡിയോ, അല്ലെങ്കിൽ ആ ഒരു ഷോർട്ട് ഫിലിമാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഒറിജിനൽ ഫിലിം മാൻറ്റോ എന്നുള്ള 2018 റിലീസായ ഫിലിമാണ്. അപ്പോൾ അതിൻ്റെ പ്രീക്വൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് മുന്നോടിയായിട്ട് ഇറക്കുന്ന ഒരു ഷോർട്ട് ഫിലിം പോലത്തെ ഒരു വീഡിയോ, അതാണ് പ്രീക്വൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഒരു പ്രീക്വലാണ് ഇൻ ഡിഫെൻസ് ഓഫ് ഫ്രീഡം. ഇത് ഇൻ ഡിഫെൻസ് ഓഫ് ഫ്രീഡത്തിൽ പറയുന്ന സീനുകളോ കാര്യങ്ങളോ ഒന്നും ഒറിജിനൽ ഫിലിമിനകത്ത് കാണിക്കുന്നില്ല. നമുക്ക് ആ ഒരു പ്രധാന കഥാപാത്രത്തിനെ കുറിച്ചുള്ളൊരു ഐഡിയയും കാര്യങ്ങളൊക്കെ കിട്ടാൻ, കോണ്ടെക്സ്റ്റിനെ കുറിച്ചൊക്കെ ഒരു ഐഡിയ കിട്ടാനുള്ളൊരു പ്രീക്വലാണ് കേട്ടോ അത്. അപ്പം നിങ്ങൾക്കത് വീഡിയോ കണ്ടാൽ മനസ്സിലാവും, അത് ഹിന്ദിയിലാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ സബ് ടൈറ്റിലാണ് നമുക്ക് ഈ പഠിക്കാനായിട്ടുള്ളത് കേട്ടോ. അപ്പം നമുക്ക് മനസ്സിലാക്കാൻ കൂടുതൽ എളുപ്പം സബ് ടൈറ്റിൽ ആയതുകൊണ്ട് നമുക്കിത് നോക്കാം. ഹിന്ദി നന്നായിട്ട് അറിയാവുന്നവരാണെങ്കിൽ, അല്ലെങ്കിലും എന്തായാലും നിങ്ങൾ ജസ്റ്റ് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. എന്താണ് അതിൻ്റെ ആ ഒരു കോണ്ടെക്സ്റ്റും അറ്റ്മോസ്ഫിയറൊക്കെ നിങ്ങൾക്ക് അപ്പോൾ മനസ്സിലാവും. ഒരു ക്ലാസ് റൂം അറ്റ്മോസ്ഫിയറൊക്കെയാണ് അതിനകത്ത് വരുന്നത്. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ ടെക്സ്റ്റിലോട്ട് പോവാം. അപ്പോൾ എന്താ ഇതിനകത്ത് പറയണേ, ഇപ്പോൾ സബ് ടൈറ്റിലിൻ്റെ അതിൻ്റെ കേർട്ടസിയും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇനി അതിനകത്ത് അദ്ദേഹം ഒരു എന്താ പറയുക ലെക്ചർ പോലെ ഒരു ക്ലാസ്സിൽ നിന്നുകൊണ്ട് നമ്മുടെ പ്രധാന കഥാപാത്രം സംസാരിക്കുന്നതായിട്ടാണ് നമുക്ക് ഇതിനകത്ത് കാണാനായിട്ട് സാധിക്കുക കേട്ടോ. ഫുൾ അദ്ദേഹത്തിൻ്റെ ഡയലോഗുകൾ മാത്രമാണ് അതിനകത്ത് വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഇതിനകത്ത് അദ്ദേഹം മാൻറ്റോ സംസാരിക്കുന്ന ഇതിൻ്റെ ട്രാൻസ്ലേഷൻ ഇംഗ്ലീഷ് തർജ്ജമയാണ് നമുക്കിവിടെ സബ് ടൈറ്റിലാണ് കാണാനായിട്ട് സാധിക്കുന്നത്. എ ഫ്യൂ പീപ്പിൾ കോൾ മീ ദ ഫ്രണ്ട് ഓഫ് ലേബറേഴ്സ്. അപ്പോൾ ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ പിന്നീട് ഇതിനകത്ത് എൻഡിൽ വരുന്നുണ്ട്, അത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഒന്നും കൂടെ ഐഡിയ ഇടാം. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടിലിരിക്കുന്ന ആളുകളോട്, ക്ലാസ് റൂമിലുള്ള സ്റ്റുഡൻസിനോട് അദ്ദേഹം സംസാരിക്കുന്നതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഫുൾ അദ്ദേഹത്തിൻ്റെ ഡയലോഗ്സാണ് അദ്ദേഹത്ത് വരുന്നത്. അപ്പോൾ അദ്ദേഹം പറയണം, എ ഫ്യൂ പീപ്പിൾ കോൾ മീ ദ ഫ്രണ്ട് ഓഫ് ലേബറേഴ്സ്. കുറച്ച് ആളുകൾ എന്നെ വിളിക്കുന്നത് ഞാൻ ലേബറേഴ്സിന്, തൊഴിലാളികളുടെയൊക്കെ ഒരു സുഹൃത്താണ് എന്നുള്ള രീതിക്കാണ്. സംസേ ഐ റൈറ്റ് വൾഗർ ആൻഡ് ഒബ്സീൻ സീൻസ്. കുറച്ച് ആളുകൾ പറയുന്നത് ഞാൻ എപ്പോഴും വൾഗറായിട്ടുള്ള ഒബ്സീനായിട്ടുള്ള സീനുകളാണ് എഴുതാറുള്ളത് എന്നാണ്. സം സേ ദാറ്റ് ഐ ലൈക്ക് അഡ്വാൻസ്മെൻറ്റ്, ദാറ്റ് ഐ ആം പ്രോഗ്രസീവ്. ചിലർ പറയുന്നു ഞാൻ ഭയങ്കര പുരോഗമനവാദിയായിട്ടുള്ളൊരു വ്യക്തിയാണ്. ദിസ് ഈസ് ടു മച്ച്. മാൻഡോ ഇസ് എ ഹ്യൂമൻ ബീയിങ് ആൻഡ് എവറി ഹ്യൂമൻ ബീയിങ് ഹാസ് ടു ബി പ്രോഗ്രസീവ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാനൊരു ഹ്യൂമൻ ബീയിങ് തന്നെയാണ്, എല്ലാ ഹ്യൂമൻ ബീയിങ്ങിനും ഒരു പ്രോഗ്രസീവ് ആവേണ്ടുന്നതിൻ്റെ, അല്ലെങ്കിൽ മുന്നോട്ട് വരേണ്ടുന്നതിൻ്റെ ആവശ്യകതയുണ്ട്. ഐ എം ക്രിട്ടിസൈസ്ഡ് ഫോർ റൈറ്റിംഗ് അബൌട്ട് ദ എക്സ്പ്ലിസിറ്റ് പോർട്രയൽ ഓഫ് സെക്ഷുവാലിറ്റി ഓഫ് മെൻ ആൻഡ് വിമൻ. ഞാൻ മെയിനായിട്ടും ക്രിട്ടിസൈസ് ചെയ്യപ്പെടുന്നത് വളരെ ഓപ്പൺ ആയിട്ട് സെക്ഷുവാലിറ്റീനെ കുറിച്ച്, സ്ത്രീകളുടെ ആയിക്കോട്ടെ പുരുഷന്മാരുടെ ആയിക്കോട്ടെ, അതിനെക്കുറിച്ച് എഴുതുന്നത് കൊണ്ടാണ് ഞാൻ ഏറ്റവും പ്രധാനപ്പെട്ട രീതിയിൽ, അല്ലെങ്കിൽ ഏറ്റവും മെയിനായിട്ട് ക്രിട്ടിസൈസ് ചെയ്യപ്പെടാറുള്ളത്. ഐ എം ക്രിട്ടിസൈസ്ഡ് ഫോർ റൈറ്റിംഗ് അബൌട്ട് പ്രോസ്റ്റിറ്റ്യൂട്ട്സ് ആൻഡ് സെക്സ് വർക്കേഴ്സ്. ഞാൻ പ്രോസ്റ്റിറ്റ്യൂട്ട്സിനെ കുറിച്ചും സെക്സ് വർക്കേഴ്സിനെ കുറിച്ചും ഒക്കെ എഴുതാറുണ്ട്. അപ്പോൾ അതിനൊക്കെയും ഞാൻ ക്രിട്ടിസൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഐ ബിലീവ് ദാറ്റ് വൺ ഷുഡ് റൈറ്റ് അബൌട്ട് എവറിത്തിങ് ദാറ്റ് ഇസ് പ്രസൻറ്റ് ബിഫോർ ദം. അദ്ദേഹം പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മുന്നിൽ കാണുന്നതിനെ എന്തിനെക്കുറിച്ച് വേണമെങ്കിലും നമുക്ക് എഴുതാം. ആഫ്റ്റർ റീഡിങ് മൈ സ്റ്റോറീസ് പീപ്പിൾ കോമൺലി വുഡൻറ്റ് ഗെറ്റ് എനി ഇൽ ഫീലിങ്സ്. എൻ്റെ കഥകൾ അല്ലെങ്കിൽ ഞാൻ എഴുതുന്ന കാര്യങ്ങൾ വായിച്ചിട്ട് ആർക്കും ഭയങ്കര ഇല്ലായിട്ടുള്ള, മോശമായിട്ടുള്ള, ബുദ്ധിമുട്ടായിട്ടുള്ള ഫീലിങ്സ് ഒന്നും ഉണ്ടാവാറില്ല. After reading my stories, people commonly wouldn't get any ill feelings. It is up to you to like my stories or not after reading them. നിങ്ങളത് വായിച്ചതിന് ശേഷം അത് ഇഷ്ടപ്പെടണോ വേണ്ടെന്നൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. My stories are independent narratives, ഈച്ച് ഡിഫറെൻറ്റ് ഫ്രം ദ അതർ. ഓരോ കഥകളും, എൻ്റെ ഓരോ നറേറ്റീവ്സും വളരെ ഇൻഡിപെൻഡൻ്റ് ആണ്, ഒന്നിൽ നിന്നും മറ്റൊന്ന് ഭയങ്കര വ്യത്യസ്തമാണ്. ലെറ്റ് ദ ലിറ്റററി ക്രിറ്റിക്സ് ഡിസ്കസ് ആൻഡ് ഡിബേറ്റ് ഓൺ ഇറ്റ്. അപ്പോൾ ഈ ലിറ്റററി ക്രിറ്റിക്സ് ആണ് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതും ഡിബേറ്റ് ചെയ്യുന്നതൊക്കെ അവരുടെ ജോലി അവർ ചെയ്തോട്ടെ. വാട്ട് എവർ
ദ ക്രിറ്റിസിസംസ് ആർ ലിറ്ററേച്ചർ ഈസ് നോട്ട് വൾഗർ. എങ്ങനെയൊക്കെ നമുക്ക് ക്രിറ്റിസിസം വന്നു കഴിഞ്ഞാലും ലിറ്ററേച്ചർ ഒരിക്കലും വൾഗർ അല്ല. മെനി കേസസ് മസ്റ്റ് ഹാവ് ബീൻ ഫയൽഡ് അഗൈൻസ്റ്റ് മീ സോ ഫാർ. അദ്ദേഹത്തിനെതിരായിട്ട് ഒരുപാട് കേസുകൾ ഫയൽ ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇത്തരത്തിൽ മോശമായ കാര്യങ്ങൾ എഴുതി വയ്ക്കുന്നു, അതിനെ ചിത്രീകരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ക്വൈറ്റ് ഓഫൺ പീപ്പിൾ ആസ്ക് മീ വൈ ഐ റൈറ്റ് സച്ച് സ്റ്റോറീസ്. അപ്പോൾ എല്ലാവരോടും ചോദിക്കാറുണ്ട് എന്തിനാണ് ഇങ്ങനത്തെ കഥകൾ എഴുതണത്. വൈ കാണ്ട് ഐ റൈറ്റ് അബൌട്ട് ദം എന്ന് ഉദ്ദേശിക്കുന്നത് പ്രോസ്റ്റിറ്റ്യൂട്ട്സ് ആൻഡ് സെക്സ് വർക്കേഴ്സാണ്. അതായത് അപ്പോൾ അദ്ദേഹം തിരിച്ചു ചോദിക്കും എന്തുകൊണ്ട് എനിക്ക് അവരെക്കുറിച്ച് എഴുതിക്കൂടാ, അവരും മനുഷ്യന്മാർ തന്നെയല്ലേ. ആരുടെ അവർ പ്രോബ്ലം ടു പാർട്ട് ഓഫ് അവർ ഇഷ്യൂസ്. അവരും നമ്മുടെ പ്രശ്നങ്ങൾ തന്നെയല്ലേ, നമ്മുടെ പ്രശ്നങ്ങളുടെ ഭാഗങ്ങൾ തന്നെയല്ലേ അവർക്കും പ്രശ്നങ്ങളുണ്ടല്ലോ. Men don't go to prostitutes for prayers and namas. നമുക്കറിയാവുന്ന കാര്യമാണ്, പുരുഷന്മാരും പ്രോസ്റ്റിറ്റ്യൂട്ട്സിൻ്റെ അടുത്ത് പോകുന്നത് നിസ്കരിക്കാനോ അല്ലെങ്കിൽ പ്രാർത്ഥിക്കാനോ ഒന്നിനും വേണ്ടിയിട്ടല്ല. There is absolute freedom for men to go to prostitutes. അതേപോലെ തന്നെ എല്ലാ പുരുഷന്മാർക്കും ഈ പറഞ്ഞ പോലെ പ്രോസ്റ്റിറ്റ്യൂട്ട്സിൻ്റെ അടുത്ത് പോകാൻ വേണ്ടിയിട്ട് പൂർണ്ണമായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട്. ബട്ട് ദർ ഇസ് നോ ഫ്രീഡം ഫോർ മീ ടു റൈറ്റ് അബൌട്ട് ദെയർ പ്രോബ്ലംസ്. പക്ഷേ അതേ പ്രോസ്റ്റിറ്റ്യൂട്ട്സിനെ കുറിച്ച് എഴുതാനുള്ള ഫ്രീഡം എനിക്കില്ല എന്ന് പറയുമ്പോൾ അതെന്ത് ന്യായമാണെന്നാണ് അദ്ദേഹം ചോദിക്കണം. വൈ കാണ്ട് എ തിങ് ബി പ്രസൻറ്റഡ് ആസ് ഇറ്റ് ഈസ്, വൈ ഷുഡ് റിയാലിറ്റി ബി ഹിഡൻ. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ പ്രസൻറ്റ് ചെയ്യപ്പെടുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ട് എനിക്കതിനെ പ്രസൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. അതേപോലെ തന്നെ എന്തുകൊണ്ടാണ് ഈ ഒരു റിയാലിറ്റി സത്യത്തിനെ മറച്ചു പിടിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്താണ്. വൈ ഇസ് എ ത്രെഡ് മെയ്ഡ് ബൈ എ ക്രോളിംഗ് വോം കോൾഡ് സിൽക്ക്. നമുക്കറിയാം ജസ്റ്റ് അഴിഞ്ഞ് നീങ്ങുന്ന ഒരു പുഴുവിൽ നിന്ന് എടുത്തിട്ടുള്ള വസ്തുവിനാണ് നമ്മൾ സിൽക്ക് എന്ന് പറയുന്നത്. എ പേഴ്സൺ ഫ്രം ദ ഓഡിയൻസ് ഗെറ്റ്സ് അപ്പ് ആൻഡ് ഷോസ് ഹിസ് ഡിസപ്രൂവൽ ഓഫ് വാട്ട് വാസ് സ്പോക്കൺ സോ ഫാർ. അപ്പോൾ അതിനകത്ത് നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളിൽ നിന്നും ഒരു വ്യക്തി അവിടെ എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട്, അയാൾക്ക് ഈ പറഞ്ഞതിനോടൊന്നും താല്പര്യമില്ല. ഹി സേസ് വാട്ട് ഇസ് ദിസ്, യു ആർ സ്പീക്കിംഗ് നോൺസെൻസ്. എന്താ ഈ പറയുന്നത്, നിങ്ങൾ ഭയങ്കര നോൺസെൻസ് ആണ് സംസാരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഹി ലീവ്സ് ദ ഹോൾ. അയാൾ ഹോളെ വിട്ട് പോകുന്നുണ്ട്. മാൻഡോ സേസ് സി ഹി തിങ്സ് ഇറ്റ് ഇസ് നോട്ട് റൈറ്റ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് കണ്ടോ, അപ്പോൾ അയാൾ വിചാരിക്കുന്നത് ഞാൻ ഈ പറയണതൊക്കെ തെറ്റാണെന്നാണ്. വിൽ എ പേഴ്സൺ ബിക്കം ബെറ്റർ ഇഫ് റിയാലിറ്റി ഈസ് ഡിനൈഡ്. സത്യത്തിനെ തിരസ്കരിക്കപ്പെടുകയാണെങ്കിൽ, സത്യത്തിനെ മറച്ചു വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ആ വ്യക്തി കുറച്ചും കൂടെ ബെറ്റർ ആവുമെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്. സത്യം ഒളിച്ചു വയ്ക്കുകയാണ്, എന്നിട്ട് ഇല്ലാത്തൊരു നുണ, ഭംഗിയുള്ളൊരു നുണ നമ്മൾ പറയുകയാണെങ്കിൽ എങ്ങനെയാണ് ആ വ്യക്തി നല്ലതാവുക. Prosecutor Sahab says frequently that some protagonists in my stories use a lot of profane and indecent words, but I would like to state that the language my characters speak is the one commonly used by most people in their daily lives. അപ്പോൾ ആ ഒരു കേസൊക്കെ നടക്കുന്ന സമയത്ത് അവർ പ്രോസിക്യൂട്ടർ ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ കഥാപാത്രങ്ങളൊക്കെ പ്രധാനമായിട്ടും ഭയങ്കര വൾഗറായിട്ടുള്ള മോശമായിട്ടുള്ള ഭാഷകളാണല്ലോ സംസാരിക്കുന്നത് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതായത് ഞാനിത് പുതുതായിട്ട് ഇവിടെ നിന്ന് കണ്ടുപിടിച്ച ലാംഗ്വേജ് അല്ല, മറിച്ച് സാധാരണക്കാരായ ആളുകൾ പൊതുവായിട്ട് ഉപയോഗിക്കുന്ന, അവരുടെ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന വാക്കുകൾ മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ഫോർ എക്സാമ്പിൾ അഡ്രസ്സസ് എ പേഴ്സൺ ഇൻ ദ ഓഡിയൻസ്. എന്നിട്ട് ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണ്, കൂട്ടത്തിലൊരു ഓഡിയൻസിലെ ഒരാളെ അഡ്രസ്സ് ചെയ്തുകൊണ്ട്, യു ആർ സ്ട്രേഞ്ച്, ഐ ആം ഹിയർ ആൻഡ് യു ആർ ലുക്കിംഗ് ഫോർ മീ ദ. ആം ഐ സ്കോൾഡിങ് യു? Am I saying indecent matters? Don't we hear this language on the streets? പറയും നിങ്ങളുടെ ഫേസ് കണ്ട ഭയങ്കര സ്ട്രേഞ്ച് ആയിട്ടാണ് നിങ്ങൾ ഇരിക്കുന്നത്, നിങ്ങൾ എന്താ പറയുക അവിടെ ഇരുന്നിട്ട് എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഞാൻ നിങ്ങളെ ചീത്ത പറയുന്നുണ്ടോ, എന്തെങ്കിലും മോശമായിട്ട് നിങ്ങളുടെ സംസാരിക്കുന്നുണ്ടോ. അതേപോലെ തന്നെ ഈ ഒരു ലാംഗ്വേജ് ഇപ്പോൾ നമ്മൾ ഡോണ്ട് വി ഹിയർ ദസ് ലാംഗ്വേജ് ഓൺ ദ സ്ട്രീറ്റ്, നമ്മൾ ഈ പറയുന്ന ഇപ്പോൾ ഈ മോശമെന്ന് പറയുന്ന വാക്കുകളൊക്കെ നമ്മൾ സ്ട്രീറ്റിൽ കേൾക്കുന്ന ഭാഷ തന്നെയല്ലേ. ഇറ്റ് ഇസ് നെസസറി ദാറ്റ് വി ചേഞ്ച് ആസ് ദ വേൾഡ് ചേഞ്ചസ് അവർ എക്സ്പ്രഷൻസ് ഓഫ് റെസ്പെക്ട്, കൾച്ചറൽ പ്രാക്ടീസസ് ആൻഡ് ഈവൻ ലിറ്ററേച്ചർ നീഡ് ടു അഡാപ്റ്റ് ടു ദ ന്യൂ ചേഞ്ചസ് ആൻഡ് റിയാലിറ്റീസ്. അപ്പോൾ അദ്ദേഹം പറയുകയാണ് മൊത്തത്തിൽ എല്ലായിടത്തും ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുകയാണ്, ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ എക്സ്പ്രഷൻസിൽ ചേഞ്ച് വരുത്തണം, അതേപോലെ തന്നെ കൾച്ചറൽ പ്രാക്ടീസുകളിൽ ചേഞ്ച് വരുത്തണം, ലിറ്ററേച്ചറിൽ വരെ നമ്മൾ ചേഞ്ച് വരുത്തേണ്ടതായിട്ടുണ്ട്, പുതിയ മാറ്റങ്ങൾ അതിനകത്തോട്ട് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്, റിയാലിറ്റീനെ കൂടുതലായിട്ട് അതിനകത്തോട്ട് ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇറ്റ് ഇസ് എ കോൾ ഫോർ എ ഡൈനാമിക് അഡാപ്റ്റബിൾ അപ്രോച്ച് ടു ചേഞ്ച്. ഇതൊരു ചേഞ്ചിന് വേണ്ടിയിട്ടുള്ളൊരു ആഹ്വാനമാണെന്നാണ് അദ്ദേഹം പറയണം. Gustave Flaubert, the renowned French novelist who wrote Madame Bovary, and James Joyce of Ireland, who wrote Ulysses, were all criticized for their indecent use of language. പ്രധാനപ്പെട്ട പല എഴുത്തുകാരും ഈ പറഞ്ഞ പോലെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഗസ്റ്റാവ് ഫ്ലോബർട്ട് ആയിക്കോട്ടെ, അതേപോലെ ജെയിംസ് ജോയ്സ് ആയിക്കോട്ടെ, അവരെല്ലാവരും ഈ പറഞ്ഞ പോലെ അവരുടെ ഭാഷ ശരിയല്ല എന്നും പറഞ്ഞിട്ട് ക്രിട്ടിസൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അവരുടെ വർക്കുകളൊക്കെ ഇപ്പോഴും അത്രയും ഫേമസ് ആയിട്ട് നിലനിൽക്കുന്നത് തന്നെയാണ്. ഫ്രം വാലി ദ കാനി ടു മിർസ ഖാലിബ് ഹാവ് ഫേസ് ലിറ്റററി ക്രിറ്റിസിസംസ് ആൻഡ് അക്യൂസേഷൻസ്. ആർട്ടിസ്റ്റുകൾ അവരും ഈ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് കുറ്റപ്പെടുത്തലുകൾ കേട്ടിട്ടുള്ളവരാണ്. എ ബോയ് അൻസാർ ഷബ്നം ദിൽ സ്റ്റാൻഡ്സ് അപ്പ് ആൻഡ് ഇൻട്രൊഡ്യൂസസ് ഹിംസെൽഫ്. അൻസർ എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു വ്യക്തി അവിടെ എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട്. മാൻഡ ആസ്ക്സ് ഹിം ടു ചേഞ്ച് ഹിസ് നെയിം ആൻഡ് ദെൻ ടോക്ക് ടു ഹിം. അൻസാർ സേസ് ഐ എം സോറി
but your stories are full of despair and sorrow. Anyone who reads it might commit suicide. അപ്പം അൻസർ പറയാണ്, നിങ്ങളുടെ പറയുന്ന ബുദ്ധിമുട്ടുണ്ട്, പക്ഷേ നിങ്ങളുടെ സ്റ്റോറികൾ ഭയങ്കര നിരാശയും വിഷമമൊക്കെ വരുത്തുന്നതാണ്. അത് വായിക്കുന്ന ഒരാൾക്ക് ചിലപ്പോൾ പോയിട്ട് സൂയിസൈഡ് ചെയ്യാനൊക്കെ ആയിരിക്കും തോന്നുന്നുണ്ടാവുക. മെൻഡോ സേസ്, ലുക്ക് ബ്രദർ, യെസ് ഇഫ് ദിസ് നെയിം ഇസ് ആൻസർ. പറയുന്നത് ശരിയാണ്, നിങ്ങൾ ഈ പറഞ്ഞ പോലെ വായിക്കുന്ന ആൾ ആൻസർ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചിലപ്പോൾ സൂയിസൈഡ് ചെയ്യാനൊക്കെ ആയിരിക്കും ചിലപ്പോൾ തോന്നുന്നുണ്ടാവുക. അല്ലാത്തവർക്ക് തോന്നില്ല. യു നെവർ അണ്ടർസ്റ്റാൻഡ് ഹൗ അതേഴ്സ് ഫീൽ. നിങ്ങൾക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ സാധിക്കില്ല മറ്റുള്ളവർക്ക് എങ്ങനെ ഫീൽ ചെയ്യുന്നു എന്നുള്ളത്. സോ ഫ്രം നൗ ഓൺവേർഡ് സേ വാട്ട് യു ഫീൽ. അതുകൊണ്ട് മറ്റുള്ളവർ വായിക്കുന്നവർക്ക് ആത്മഹത്യ ചെയ്യാൻ തോന്നുമെന്നാണല്ലോ പറയുന്നത്. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ഫീലല്ല. അപ്പോൾ അദ്ദേഹം ഇനി മുതൽ നിങ്ങൾക്ക് എന്താണോ ഫീൽ ആവുന്നത് അത് പറയാനായിട്ട് നോക്കുക, അല്ല മറ്റുള്ളവരുടെ ഫീലിങ്സ് നിങ്ങൾ പറയാൻ നിൽക്കണ്ട. ഐ കാൻ പ്രിട്ടൻഡ് ഐ ഡോണ്ട് നോ ഹൗ ടു ബി ആർട്ടിഫിഷ്യൽ. എനിക്ക് അഭിനയിക്കാനോ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യലായ കാര്യങ്ങൾ അവതരിപ്പിക്കാനോ സാധിക്കില്ല. ഐ കനോട്ട് ടേക്ക് അഡ്വാൻറ്റേജ് ഓഫ് ദ സോറോ ആൻഡ് ഷെയിം ഓഫ് അതേഴ്സ്. എനിക്ക് മറ്റുള്ളവരുടെ എന്താ പറയുക ഷെയിമിന് അല്ലെങ്കിൽ അവരുടെ വിഷമത്തിനെ ഒന്നും അഡ്വാൻറ്റേജ് ആയിട്ട് എടുക്കാനായിട്ട് സാധിക്കില്ല. ബിറ്റർ ലീവ്സ് ഓഫ് നീം ക്യാൻ പ്യൂരിഫൈ ബ്ലഡ്. ബ്ലഡിനെ പ്യൂരിഫൈ ചെയ്യാൻ പറ്റുന്ന നീമിന് എന്ത് ഗുണമാണുള്ളത്? ഭയങ്കര ബിറ്റർ ടേസ്റ്റാണുള്ളത് അല്ല. I can say my stories are a mirror held to the society. If anyone with an ugly face has a complaint against the mirror, it is not my fault. It is not my fault that you cannot tolerate my stories. ഞാൻ എഴുതുന്ന കഥകളെന്ന് പറയുന്നത് മെയിനായിട്ടും സൊസൈറ്റിയുടെ ഒരു കണ്ണാടിയാണ്. സൊസൈറ്റിയിൽ നടക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത്. മേ ബി എൻ്റെ അടുത്തൊരു കഥ പറയുന്ന അല്ലെങ്കിൽ അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്ന കംപ്ലയിൻറ്റ് പറയുന്ന ഒരു വ്യക്തിക്ക് ചിലപ്പോൾ അഗ്ലി ആയ ഒരു ഫേസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അയാൾക്ക് എന്താണോ പറയാനുള്ളത്, അയാളുടെ ഫേസ് എങ്ങനെയാണോ അത് അതേപോലെയല്ലേ എനിക്ക് പറയാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ അതൊരിക്കലും എൻ്റെ കണ്ണാടിയുടെയോ എൻ്റെ കഥയുടെയോ പ്രശ്നമല്ല, ഞാൻ എഴുതുന്ന സൊസൈറ്റിയുടെ പ്രശ്നമാണ്. ഞാൻ എവിടെയാണോ നിൽക്കുന്ന ആ സൊസൈറ്റിയുടെയാണ് പ്രശ്നം. I'm not a sensationalist. How can I take off the choli of a society that is naked? It is not my job to clothe the society. അദ്ദേഹം പറഞ്ഞു, എനിക്ക് എങ്ങനെയാണ് ഒരു ഓൾറെഡി നേക്കഡായി കിടക്കുന്ന ഒരു സൊസൈറ്റിയുടെ ചോളി എങ്ങനെയാണ് എനിക്ക് റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കും? അതായത് അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ ഓൾറെഡി വളരെ മോശം സിറ്റുവേഷനിലാണ് നമ്മുടെ സമൂഹമുള്ളത്. അല്ലാതെ അദ്ദേഹം പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ എഴുത്തുകൊണ്ട് അതിനെ മോശമാക്കി കാണിക്കുകയല്ല ചെയ്യുന്നത്. ഓൾറെഡി നേക്കഡാണ്. ഇറ്റ് ഇസ് നോട്ട് മൈ ജോബ് ടു ക്ലോത്ത് സൊസൈറ്റി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓൾറെഡി മോശമായി ഇരിക്കുന്ന ആ ഒരു സൊസൈറ്റീനെ പൊതിഞ്ഞ് സൂക്ഷിച്ചിട്ട് നല്ലതാക്കിയിട്ട് ഇല്ലാത്ത രീതിയിൽ കാണിക്കാൻ എന്നെക്കൊണ്ട് എന്തായാലും ആവശ്യമില്ല, അത് എൻ്റെ ജോലിയുമല്ല. I write with white chalk on the blackboard so that the darkness becomes more visible and conspicuous. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഞാൻ ഈ ബോർഡിൽ ബ്ലാക്ക് ബോർഡിൽ വൈറ്റ് കളറിലെ ചോക്ക് കൊണ്ട് എഴുതുമ്പോൾ ഡാർക്ക്നെസ് കൂടുതൽ വിസിബിൾ ആവുകയാണ് ചെയ്യുന്നത്. ഐ ക്യാൻ ക്ലോസ് മൈ ഐസ് ടു വാട്ട് ഈസ് അറൗണ്ട് ബട്ട് വാട്ട് ക്യാൻ ഐ ഡു വിത്ത് മൈ കോൺഷ്യൻസ്. എനിക്ക് വേണമെങ്കിൽ എൻ്റെ കണ്ണുകൾ അടയ്ക്കാം കാണാതിരിക്കാൻ വേണ്ടി, പക്ഷേ എൻ്റെ ആ ഒരു ബോധത്തിന് അല്ലെങ്കിൽ എൻ്റെ മനസാക്ഷിനെ ഞാൻ എന്ത് ചെയ്യും? അതിനെ നമുക്ക് അടച്ചു വെക്കാനായിട്ട് സാധിക്കില്ലല്ലോ. സ്പീക്ക് ഫോർ യാ ലിപ്സ് ആർ ഫ്രീ. അപ്പോൾ ഇവിടെയാണ് ആ ഒരു ഷോർട്ട് ഫിലിം അല്ലെങ്കിൽ ആ ഒരു വീഡിയോ എൻഡ് ചെയ്യുന്നത്. ഇനി ഇതിനകത്ത് ആരാണ് ഈ സാദത്ത് ഹസൻ മാൻഡോ, നമ്മുടെ പ്രധാന കഥാപാത്രം ആരാണ് എന്നതിനെക്കുറിച്ചാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത് ഫുള്ള് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വായിക്കുന്നില്ല, പക്ഷേ എല്ലാ മെയിൻ പോയിൻറ്റ്സ് നമ്മൾ നോക്കുന്നത് വെച്ചാൽ നിങ്ങളത് ഫുൾ വായിക്കണം കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഈ സാദത്ത് ഹസൻ മാൻഡോ എന്ന വ്യക്തിയാണ് ഇതിനകത്ത് സംസാരിക്കുന്നത്. കഥാപാത്രം അദ്ദേഹമാണ്. അഭിനയിച്ചിരിക്കുന്ന വ്യക്തിയുടെ പേര് ഇതിനകത്ത് വേറെ വരുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം സാദത്ത് ഹസൻ മാൻഡോ എന്ന് പറയുന്നത് 1912 1955 കാലഘട്ടങ്ങളിൽ ഉറുദു സ്റ്റോറീസിലൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ. അപ്പോൾ അദ്ദേഹം മെയിനായിട്ടും ബ്രൂട്ടൽ ഹൊണസ്റ്റി ആൻഡ് ഡീപ്പ് എംപതി ഫോർ മാർജിനലൈസ് ചെയ്യപ്പെടുന്ന പാർശ്വവൽക്കരിക്കപ്പെടുന്ന വിഭാഗങ്ങളോട് വളരെ സത്യസന്ധത പുലർത്തുകയും അവരുടെ ഫീലിങ്സ് മനസ്സിലാക്കിക്കൊണ്ടും അവരുടെ എക്സ്പീരിയൻസിനെ കുറിച്ച് എഴുതാനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്ന വ്യക്തിയാണ്. ഫോർ എക്സാമ്പിൾ സെക്സ് വർക്കേഴ്സ്, റെഫ്യൂജീസ്, അങ്ങനത്തെ വ്യക്തികളെ കുറിച്ചൊക്കെയാണ് അദ്ദേഹം എഴുതിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മേജറായിട്ടുള്ള കുറച്ച് സ്റ്റോറികളാണ് തണ്ട ഘോഷ്, തോബ തേഗ് സിംഗ് ആൻഡ് ഖോൽ. തോബ തേഗ് സിംഗ് ഒക്കെ ഡിഗ്രിയിൽ തന്നെ സിലബസിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു എന്താ പറയുക സ്റ്റോറിയാണ് കേട്ടോ. മുന്നത്തെ സിലബസിൽ ഉണ്ടായിരുന്നു തോബ തേഗ് സിംഗ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് ഫേമസ് ആയിട്ടുള്ള കഥകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അദ്ദേഹം മെയിനായിട്ടും ഒരുപാട് എന്താ പറയുക ഒബ്സീനിറ്റി കാണിച്ചു എന്ന് പറഞ്ഞിട്ട് ഒബ്സീനിറ്റി റിലേറ്റഡ് ചെയ്തിട്ടുള്ള വൾഗറായിട്ടുള്ള കാര്യങ്ങൾ എഴുതിയെന്ന് പറഞ്ഞിട്ട് പലതവണ കേസുകളൊക്കെ അദ്ദേഹം വന്നിട്ട് ചാർജ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഐക്കോണിക് സ്റ്റോറിയാണ് തോബ തേഗ് സിംഗ് കേട്ടോ. അപ്പോൾ അതിൽ പാർട്ടീഷനെ കുറിച്ചാണ് പറയുന്നത്. പാർട്ടീഷൻ, അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള മാഡ്നസ് ഓഫ് പാർട്ടീഷൻ, അതുകൊണ്ടുണ്ടാകുന്ന ട്രോമ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് തോബ തേഗ് സിംഗിനകത്ത് പറയുന്നത്. പിന്നെ വരുന്ന അദ്ദേഹത്തിന് വർക്കുകളൊന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. തോബ തേഗ് സിംഗ് കോൾഡ് ഫ്ലഷിനെയാണ് നമ്മളിപ്പോൾ തണ്ട ഘോഷ് എന്ന് പറഞ്ഞത് കേട്ടോ.
അപ്പോൾ കോൾഡ് ഫ്ലഷ് എന്നുള്ള ചാപ്റ്ററിൽ പറയുന്നത് കമ്മ്യൂണൽ വയലൻസ് തന്നെയാണ്. അപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും കുറച്ച് സെൻസിറ്റീവായ ടോപ്പിക്കുകളാണ്, അതേസമയം തന്നെ സമൂഹത്തിൽ അത്രയും റെലവൻ്റ് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളെ കുറിച്ച് തന്നെയാണ് അവർ സംസാരിക്കുന്നത്. പിന്നെ ഓപ്പണിറ്റ് എന്ന് പറയുന്ന വേറൊരു എന്താ പറയുക സ്റ്റോറി ഉണ്ട്, അതിനകത്ത് പാർട്ടീഷൻ വയലൻസിനെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ആ തരത്തിലുള്ള മെയിനായിട്ട് അദ്ദേഹത്തിൻ്റെ വർക്കുകളെ കുറിച്ചൊക്കെ അതിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നന്ദിത ദാസ് ഇപ്പോൾ ഈ ചെയ്തിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ബയോപിക്കാണ്, അദ്ദേഹത്തിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഒരു ഇതായിട്ട് ഒരു എന്താ പറയുക ഫിലിം പോലെ കൊണ്ടുവന്നിരിക്കുന്നത്, ബയോപിക്കായിട്ട് ചെയ്തിരിക്കുകയാണ്. അത് എന്തിനു വേണ്ടിയിട്ടാണ് ട്രിബ്യൂട്ട് ടു അൺറിലൻറ്റിംഗ് റൈറ്റർ, ആ ഒരു അത്രയും ഫേമസ് ആയിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള ആ റൈറ്ററിന് വേണ്ടിയിട്ടുള്ള ഒരു ട്രിബ്യൂട്ടായിട്ടാണ് നന്ദിത ദാസ് ആ ഒരു ബയോപിക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ 1940s കാലഘട്ടത്തിനെ കുറിച്ചാണ് മാൻഡോ എന്ന് പറയുന്ന നന്ദിത ദാസിൻ്റെ ഫിലിമിനകത്ത് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിനകത്ത് മെയിനായിട്ടും കമ്മ്യൂണൽ വയലൻസ് വരുന്നുണ്ട്, സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷൻ വരുന്നുണ്ട്, ഹ്യൂമൻ ഹിപ്പോക്രസി വരുന്നുണ്ട്, അതിനെക്കുറിച്ചൊക്കെ അതിനകത്ത് സംസാരിക്കുന്നുണ്ട്. പിന്നെ അതിനകത്ത് അദ്ദേഹത്തിൻ്റെ ലൈഫിലെ മെയിനായിട്ടുള്ള ഇവൻറ്റ്സ് ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ റിലേഷൻഷിപ്പ് വിത്ത് ആക്ടർ ശ്യാം ചദ്ദയായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ റിലേഷൻഷിപ്പ്, അതേപോലെ ഫ്രണ്ട്ഷിപ്പ്, അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വൈഫ് സഫിയ ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ റിലേഷൻഷിപ്പ്, പിന്നെ ആൽക്കഹോളിസം, അതേപോലെ അദ്ദേഹത്തിൻ്റെ മെൻ്റൽ ഇൽനെസ്, അതൊക്കെയും അതിനകത്ത് പറയുന്നുണ്ട്. പിന്നെ ഇത് 2017 ഇത് റിലീസ് ആയിട്ടുള്ളത്, മാർച്ച് 23 ഇത് റിലീസായിട്ടുള്ളത്. അപ്പോൾ അതിനകത്ത് അതേപോലെ തന്നെ അദ്ദേഹം ഫേസ് ചെയ്തിട്ടുള്ള ഏലിയനേഷൻ, ഡിഫിയൻസ്, ക്ലാരിറ്റി ഓഫ് പർപ്പസ്, അതിനെക്കുറിച്ചൊക്കെയും പറയുന്നുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൻ്റെ സവിശേഷതകളായിട്ടുള്ള ആങ്കർ, പാഷൻ, റെബല്യസ്നെസ്, അതേപോലെ തന്നെ പെർസീവറൻസ്, അതിനെക്കുറിച്ചൊക്കെയും അദ്ദേഹം എത്രത്തോളം കമ്മിറ്റഡ് ആണ് അദ്ദേഹത്തിൻ്റെ പ്രൊഫഷനോട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് അതിനകത്ത് കാണാനായിട്ട് സാധിക്കും. ആ ഫിലിമിനെ കുറിച്ചാണ് കേട്ടോ പറയണം, മെയിനായിട്ടുള്ള ഫിലിമിനെ കുറിച്ചാണ് പറയണം. ഇനി നമുക്ക് പറയാനുള്ളത് നമ്മളിപ്പോൾ പഠിച്ച ഡിഫൻസ് ഓഫ് ഫ്രീഡത്തിനെ കുറിച്ചാണ്. അതൊരു പവർഫുൾ കമൻട്രി തന്നെയാണ് അല്ലേ. റോൾ ഓഫ് ലിറ്ററേച്ചർ ആൻഡ് റൈറ്റേഴ്സ് ആസ് എ മിറർ ടു സൊസൈറ്റി. ലിറ്ററേച്ചർ ആയാലും റൈറ്റർ ആയാലും അത് സമൂഹത്തിൻ്റെ കണ്ണാടിയായിരിക്കണം, സമൂഹത്തിൻ്റെ ദർപ്പണമായിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേയാണ് അതിന് ഈ പറഞ്ഞ പോലെ ആ ഒരു വാല്യൂ ഉണ്ടാവുള്ളൂ. മറ്റുള്ളവരെ സുഖിപ്പിക്കാനും സന്തോഷിപ്പിക്കാനും വേണ്ടിയിട്ട് സത്യത്തിനെ മറച്ച് വെച്ചുകൊണ്ട് നമ്മൾ എഴുതിയിട്ട് യാതൊരു കാര്യമില്ല. മാൻഡോയുടെ ട്രോമയെ കുറിച്ച് അതിനകത്ത് സംസാരിക്കാം, അതേപോലെ പാർട്ടീഷൻ, ലീഗൽ പെർസിക്യൂഷൻ, പേഴ്സണൽ ടേമോയിൽ, അതൊക്കെയും അതിനകത്ത് അദ്ദേഹത്തിൻ്റെ സംസാരത്തിൻ്റെ ഇടയിൽ കൂടെ വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ അദ്ദേഹം അവിടെയുള്ള സ്റ്റുഡൻസിനെ ചാലഞ്ച് ചെയ്യാണ് ചെയ്യുന്നത്. എന്താ അദ്ദേഹം ചോദിക്കുന്നത്? ക്വസ്റ്റ്യൻ വെദർ ദ ഒബ്സിനിറ്റി ലൈസ് ഇൻ ദ ആർട്ട് ഓർ ഇൻ ദ സൊസൈറ്റി ദാറ്റ് പ്രൊഡ്യൂസസ് സച്ച് സ്റ്റാർക്ക് ട്രൂത്ത്സ്. അപ്പോൾ അദ്ദേഹം ചോദിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു എന്താ പറയുക വൾഗാരിറ്റി അല്ലെങ്കിൽ ഒബ്സിനിറ്റി നിറഞ്ഞു നിൽക്കുന്നത് കലയിലാണോ, അതോ ഈ കല ആരെക്കുറിച്ചാണോ സംസാരിക്കുന്നത്, ആ സമൂഹത്തിലാണോ, അല്ലെങ്കിൽ സമൂഹത്തിലെ സത്യത്തിലാണോ ഈ പറയുന്ന ഒബ്സിനിറ്റി അടങ്ങിയിരിക്കുന്നത് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. പിന്നെ അദ്ദേഹം പറയുന്നുണ്ട് ഈ ഒരു ഷോർട്ട് ഫിലിമിൽ എംഫസൈസ് ചെയ്യുന്നത് കാര്യം ക്രിട്ടിക്സ് എങ്ങനെയാണ് ഇത്തരത്തിലുള്ള വർക്കുകളിൽ വൾഗാരിറ്റീനെ കണ്ടെത്തുന്നത്, അത് വൾഗറാണ്, ഇതിങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് കേസ് കൊടുക്കാനും അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ എങ്ങനെയാണ് പോകുന്നത് എന്നതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. പിന്നെ എന്താ ട്രൂ ഫ്രീഡം ലൈസ് ഇൻ ദ കറേജ് ടു സ്പീക്ക്. നമുക്കെപ്പോഴും ഫ്രീഡം എന്ന് പറയുന്നത് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ ധൈര്യത്തോടു കൂടെ പറയാനുള്ള സ്വാതന്ത്ര്യത്തിനെയാണ് നമുക്ക് യഥാർത്ഥ ഫ്രീഡമായിട്ട് കൺസിഡർ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ എന്നാണ് ഇതിൻ്റെ ഒരു ഓവറോൾ ആശയം എന്നത് മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ അത് മൊത്തത്തിലൊന്ന് വായിച്ച് നോക്കണം. ഇതിനകത്ത് വേറെയും കുറച്ച് പോയിൻറ്റ്സൊക്കെ നിങ്ങൾക്ക് കിട്ടും, അപ്പോൾ അതൊക്കെ ഒന്ന് വായിച്ച് നോക്കാം കേട്ടോ. താങ്ക്